എല്ലായിടത്തും വലിയ പ്രകടനം നടക്കുമ്പോൾ വത്തിക്കാൻ നിശബ്ദമാണ്. 2, ഈ സമയത്തൊക്കെ റിച്ചാർഡ് ഗില്ലഗർ ഇവിടെയുണ്ട്, ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ഡൽഹിയിലെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം തുടങ്ങുമ്പോഴും ഇപ്പോഴും നടന്ന വിവിധ സഭാ നേതാക്കളുടെ പ്രതികരണങ്ങളെക്കുറിച്ച് നോക്കാൻ. ഒന്ന്, CBCIയുടെ പ്രസിഡന്റ് ആൻഡ്രൂ താലത്ത്. നമ്മൾ ആദ്യമേ കേട്ടല്ലോ, വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം ആണല്ലോ. അതിനുശേഷം സീറോ മലബാർ സഭയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ. ഒരുപക്ഷെ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഭാവിശ്വാസികളുള്ള പോപ്പിൻ്റെ കീഴിലല്ലാത്ത 2 സഭകൾ ഒരെണ്ണമാണ്. അതിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. തൃശ്ശൂർ വീട്ടിൽ പോയി കണ്ട ശേഷം അദ്ദേഹം വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം. പക്ഷേ ഈ ആദ്യത്തെ വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണത്തിന് ശേഷം കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ വളരെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചതോടുകൂടി സഭയുടെ മുന്നിൽ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വന്നു. എന്താ കാരണം? 2 പ്രധാനപ്പെട്ട പ്രകടനം നടന്ന സ്ഥലങ്ങൾ, ഒന്ന് പാല, 2 തൃശ്ശൂർ. ഈ 2 ഇടത്തുനിന്നുമാണ് കേരളത്തിന് പുറത്തേക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഈ 2 ഇടത്തുള്ള ആളുകൾക്കാണ് അഫക്റ്റഡ് പാർട്ടീസ്. അതുകൊണ്ട് തന്നെ സഭ പിടിച്ചിട്ട് നിന്നില്ല, പ്രകടനമായി, വലിയ ബഹളമായി. അപ്പോൾ പിന്നെ സഭാ നേതൃത്വം അതിൻ്റെ മുന്നിൽ നിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.